ഒരു പുതിയ കരിമ്പ് മെഷീൻ വാങ്ങുന്നതിന് മുൻപ് ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ വാങ്ങരുത്. റോളറിൽ ഇങ്ങനൊരു ടെക്നോളജിയോ കുറഞ്ഞ കാലത്തിനുള്ളിൽ അധികമായി ലാഭം കാണുന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഫോളോ ചെയ്യൂ. HP ഷുഗർ കെയിൻ മെഷീനോ? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെന്റിലും ഹൈ പ്രോഫിറ്റിലും ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതും ഈ സമ്മർ സീസണിൽ കരിമ്പ് ജ്യൂസ് സ്റ്റോപ്പ് വെക്കണമെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരു മിഷൻ എങ്ങനെ വാങ്ങണം, എവിടെ വാങ്ങണം എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, നല്ലൊരു ഷുഗർ കെയിൻ മിഷൻ വാങ്ങാനുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ കൂടിയാണ്. സോ ഈ മിഷനെ കുറിച്ച് ഞാൻ പറയുന്നതിന്റെ പകരം ഇതിന്റെ പെർഫോമൻസ് കണ്ടിട്ട് വരാം. ഒരു നല്ല ഷുഗർ കെയിൻ മെഷീൻ വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റോളർ, മോട്ടർ, എഞ്ചിൻ. ഇപ്പൊ നമ്മുടെ റോളർ നോക്കിക്കഴിഞ്ഞാൽ ആരും കൊടുക്കാത്ത 3 ഇഞ്ചിൽ ഡയമണ്ട് കൺട്രോളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റോളർ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒറ്റത്തവണ ഇട്ടാൽ തന്നെ 1 മണിക്കൂറിൽ 90 മുതൽ 120 കപ്പ് ജ്യൂസ് വരെ എടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ 2HP കോപ്പർ വൈൻഡിങ് മോട്ടറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മോട്ടർ സൂപ്പർ ആയിട്ട് പെർഫോമൻസ് ചെയ്യും. അടുത്തത് ഇതിന്റെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ 6HP 196 cc കൊണ്ടുവന്നിരിക്കുന്നത്. അതും പെട്രോൾ എഞ്ചിൻ. ആദ്യം നമ്മുടെ ഗിയർ ടൈപ്പ് ബെൽറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് അത് ഒരുപാട് തേഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോൾ ചെയിൻ ടൈപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗിയറിൽ ചെയിൻ അടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ലൈഫ് ലോങ് നിൽക്കും. ഇനി ഇതിന്റെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ SS മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഷീനും നിങ്ങൾക്ക് അടിപൊളിയായി തന്നെ ഇരിക്കും. ഇതെല്ലാം പറഞ്ഞു. ഇനി ഇതിന്റെ റോളർ എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ലോക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ വെച്ചിട്ട് ഈസിയിൽ ക്ലീൻ ചെയ്യാം. സാധാരണ നമ്മൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് അതിൽ അരിപ്പ് വെച്ച് അരിക്കാറാണ് പതിവ്. എന്നാൽ ഇതിൽ ഫിൽട്ടർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജ്യൂസ് ഫിൽട്ടർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ ടാപ്പും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ രീതിക്ക് നമ്മൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഗ്ലാസും കപ്പൊക്കെ നമ്മൾ കൈ വെച്ചാണ് പിരിക്കുക. എന്നാൽ അതിനു വേണ്ടിയാണ് നമ്മളിവിടെ സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് 1 അല്ല 3 രീതിക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് വലിയ പാത്രം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് ഈ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ ഇതിൽ ഫീലർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിക്ക് കരിമ്പൊക്കെ കത്തിയോ അല്ലെങ്കിൽ വെട്ടുകത്തിയൊക്കെ വെച്ചിട്ട് തോല് ചെയ്യുവാറാണ് പതിവ്. എന്നാൽ ഈ പീലർ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയി തന്നെ ഇതിന്റെ തോലെടുക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡ്. കസ്റ്റമേഴ്സ് ഈ മിഷൻ വാങ്ങിയിട്ട് സ്റ്റാൻഡിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടിയാണ് സ്റ്റാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഈ മിഷൻ എഞ്ചിനോടെ വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഒപ്പം നമ്മൾ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. അടുത്ത നോക്കുകയാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ഫോർവേഡ്. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ കരിമ്പ് ഇടുന്ന സമയത്ത് ഉള്ളിൽ സ്റ്റെക്കായെന്ന് വെച്ചാൽ നമുക്ക് റിവേഴ്സ് ചെയ്ത് ഇത് എടുക്കാനായിട്ട് പറ്റും. ഈ മിഷൻ നിങ്ങൾക്ക് 1 ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ലൈഫ് ലോങ് ലാഭം കിട്ടും. ഇത് നിങ്ങൾക്ക് ബിസിനസ്സിന് മാത്രമല്ല, കാറ്ററിംഗ് സർവീസ്, പലചരക്ക്, മോൾ എന്നിങ്ങനെ ഏത് ഷോപ്പിലേക്കും ഈ മിഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ മിഷന്റെ ആക്ച്വൽ റേറ്റ് നോക്കിയാൽ 49,990 രൂപയാണ്. എന്നാൽ ലോഞ്ചിങ് ഓഫറായിട്ട് നമ്മൾ 10,000 രൂപ കഴിച്ച് 39,990 ഈ മിഷൻ കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം വിളിക്കുന്ന 10 പേർക്ക് EMI ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മിഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.